കൂട്ടുകാരെ, അനുമോളുടെയും കുഞ്ഞുമയിലിന്റെയും കഥ ഇനി 7ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമഘട്ട മലനിരകൾക്ക് സമാന്തരമായിരുന്നു പിന്നീടുള്ള യാത്ര. തിങ്ങി നിറഞ്ഞ കാടുകളുള്ള മലകൾ നിരന്നു നിൽക്കുകയാണ്. കുഞ്ഞുമയിൽ പറക്കലിന്റെ വേഗത കുറച്ചു. കാരണം അത്ര മനോഹരമായ കാഴ്ചയായിരുന്നു കാണാനുള്ളത്. ഒരു മല നിറയെ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നു. മയിലിന്റെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു നീല മല തന്നെ. അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. താൻ സ്വപ്നം കാണുകയാണോ? ആ നീലമല കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൾ അതുതന്നെ നോക്കിയിരുന്നു. കണ്ണും മനസ്സും നിറഞ്ഞു. അതിന് തൊട്ടടുത്ത് ചെങ്കുത്തായ കുന്നാണ്. വരയാടുകൾ കൂട്ടത്തോടെ കുന്നിറങ്ങി വരുന്നു. അനുമോൾ ആ കുന്നിറങ്ങി വരുന്ന ജീവികളെ കണ്ടോ? കുഞ്ഞുമയിൽ ചോദിച്ചു. കണ്ടു. അതെന്താണ്? അനുമോൾ ആകാംക്ഷയോടെ ചോദിച്ചു. അതാണ് വരയാടുകൾ. കേരളത്തിൽ വരയാടുകളെ കാണുന്ന സ്ഥലം ഇവിടെ മാത്രമാണ്. കുഞ്ഞുമയിൽ വിശദീകരിച്ചു. ഒരുപാട് വരയാടുകൾ ഉണ്ടല്ലോ. അതെ, പക്ഷേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അപൂർവമായേ അവയെ കാണാൻ കഴിയുള്ളൂ. അനുമോൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി. കുഞ്ഞുമയിൽ പറഞ്ഞു നിർത്തി. മൂന്നാറിലെ തേയിലത്തോട്ടത്തിന്റെ കാഴ്ച നുകർന്നുകൊണ്ടായിരുന്നു പിന്നീടുള്ള ഏറെ നേരത്തെ യാത്ര. വീണ്ടും യാത്ര തുടർന്നപ്പോൾ നിരനിരയായി മൊട്ടക്കുന്നുകൾ, നിറയെ പച്ചപ്പുല്ല് വെച്ച് പിടിപ്പിച്ചതുപോലെ പുൽമേട്. ആ പുൽമേട്ടിൽ അല്പസമയം ഇരിക്കാൻ അനുമോൾക്ക് വല്ലാത്ത കൊതി തോന്നി. അവളുടെ മനസ്സറിഞ്ഞിട്ടെന്ന പോലെ കുഞ്ഞുമയിൽ താഴെ പറക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. മുട്ടക്കുഞ്ഞിന്റെ മുകളിൽ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞ് ഉരുണ്ടുരുണ്ട് താഴോട്ട് വീഴുന്നു. ഉടനെ അത് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കയറാൻ കഴിയുന്നില്ല. അമ്മ പൂച്ച മുട്ടക്കുഞ്ഞിന് മുകളിൽ നിന്ന് കരഞ്ഞ് ബഹളം വെക്കുന്നു. കുഞ്ഞുമയിലേ, നമുക്ക് ആ പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കണം, അനുമോൾ പറഞ്ഞു. കുഞ്ഞുമയിൽ പൂച്ചക്കുഞ്ഞിനടുത്തേക്ക് താണു പറന്നു. അവൾ പെട്ടെന്ന് അതിനെ എടുത്തു. കുഞ്ഞുമയിൽ മുട്ടക്കുഞ്ഞിന് മുകളിലേക്ക് പറന്നു. പൂച്ചക്കുഞ്ഞിനെ അമ്മ പൂച്ചക്കരികിൽ വെച്ചു കൊടുത്തു. പഞ്ഞിക്കെട്ടുപോലെ വെളുത്ത ഒരു സുന്ദരി പൂച്ച, അല്ലേ കുഞ്ഞുമയിലേ? അനുമോൾ സന്തോഷത്തോടെ പറഞ്ഞു. നമുക്ക് ആ മരത്തണലിൽ അല്പസമയം ഇരിക്കാം. മുട്ടക്കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരത്തണലിൽ അവളെ ഇരുത്തിയിട്ട് കുഞ്ഞുമയിൽ മരക്കൊമ്പിൽ വിശ്രമിച്ചു. അനുമോളും കുഞ്ഞുമയിലും 7ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി കഥ പറയാൻ ഇങ്ങനെ ഉടനെ എത്തും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.